അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഭാര്യമാർ, അതുപോലെ പെൺമക്കൾ വീട്ടിൽ ഈ സൂറത്ത് പതിവാക്കിയാൽ മുത്തായ ഹബീബ് പറയുന്നു, ആ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാവുകയില്ല, എന്നും ഐശ്വര്യമുണ്ടാകും. മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി പറയുന്നു, പെൺമക്കൾക്ക് ഈ സൂറത്ത് പഠിപ്പിച്ചു കൊടുക്കണം, ദാരിദ്ര്യമുണ്ടാവുകയില്ല എന്ന്. അതേപോലെ മറ്റൊരു ഹദീസിൽ പറയുന്നു, ഈ സൂറത്ത് മക്കൾക്കും അതുപോലെ നമുക്കും നാം ഈ സൂറത്ത് ഓതുകയാണെങ്കിൽ ആ വീട്ടിൽ ദാരിദ്ര്യം വരികയില്ല, പ്രയാസങ്ങളുണ്ടാവുകയില്ല. ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ എന്താ, സമ്പത്തില്ലാത്ത മാത്രമല്ലല്ലോ, സമ്പത്ത് ഒരുപാടുണ്ട്, മനസ്സിന് സമാധാനം ഇല്ലെങ്കിൽ അതും ഒരു ദാരിദ്ര്യം തന്നെയാണ്. സാമ്പത്തിക ദാരിദ്ര്യം അതൊരു ദാരിദ്ര്യം തന്നെയാണ്. അങ്ങനെ കച്ചവടം നഷ്ടം, ഇങ്ങനെയുള്ള പല വിഷയത്തിൽ വരുന്ന മനപ്രയാസങ്ങൾ, അതെല്ലാം അള്ളാഹുവിന് വലിയ കാവലുണ്ടാകുമെന്നാണ് ഈ സൂറത്ത്. ഇന്ന് വെള്ളിയാഴ്ച രാത്രിയും കൂടിയാണ്, അതോടുകൂടി തുടക്കം കുറിക്കാൻ നല്ലതാണ്. ഓതുന്നവർ ദായിമയാക്കുക, ഇല്ലെങ്കിൽ ഇന്നു മുതൽ തുടക്കം കുറിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കാരണം ഈ സൂറത്തിനെ കുറിച്ച് ഒരുപാട് ഹദീസുകളുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ അരികിൽ പോയല്ലോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. രോഗിയാണ്, വലിയ സങ്കടത്തിനുണ്ട്, കരയുന്നുണ്ട്. അപ്പോൾ പെൺമക്കളാണ് ഇബ്നു മസ്ഊദിന്. അപ്പോൾ അതിനെ ഓർത്തിട്ട് പ്രയാസപ്പെടുന്നതായിരിക്കും എന്ന് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബേജാറാകണ്ട, നിങ്ങൾക്ക് പെൺമക്കളാണെന്നറിയാം, പെൺമക്കളുടെ കാര്യം ഞങ്ങൾ ഏറ്റെടുക്കാമെന്ന് പറയുമ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പെൺമക്കളെക്കുറിച്ചൊന്നും ഭയക്കണ്ട, പെൺമക്കൾക്കൊന്നും ഉണ്ടാവില്ല, ഒരു ദാരിദ്ര്യം ഒന്നുണ്ട്. അതിന് മുത്തായ റസൂൽ അതിനൊക്കെ പരിഹാരം പറഞ്ഞിട്ടുണ്ട്. കരയുന്നതിൻ്റെ ഉദ്ദേശം തൻ ചെയ്ത ദോഷങ്ങളെ ഓർത്ത് ഇങ്ങനെ കരയുകയാണ്. അള്ളാഹു പൊറുത്തു തരണം, പരലോകം ജീവിതം വിജയിക്കണം. കാരണം ദാരിദ്ര്യത്തെക്കുറിച്ച് എനിക്കൊരു ഭയവുമില്ല. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്, മൻ ഖറഅ, ഈ സൂറത്ത് ഒരാൾ ഓതിയാൽ ഫി കുല്ലി ലൈലത്തിൻ, എല്ലാ ദിവസവും ഓതുകയാണെങ്കിൽ ലം തുസിബുഹു ഫാഖത്തൻ അബദ, ഒരിക്കലും അവനിക്ക് ദാരിദ്ര്യം വരികയില്ലെന്ന് ആ മുത്തായ നാവ് കൊണ്ട് പറഞ്ഞ ആ സൂറത്ത് എൻ്റെ മക്കൾക്ക് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ മക്കൾ ആ സൂറത്ത് അറിയുന്നവരാണ്. ഈ ഹദീസ് വായിക്കുന്ന സമയത്ത് തന്നെ ഈ സൂറത്തിനെ കുറിച്ച് അറിഞ്ഞവർ കമൻറ്റിലൂടെ രേഖപ്പെടുത്താം. പലർക്കും ഈ സൂറത്ത് അറിയാം, പലരും ഓതുന്നുണ്ടാകാം, എന്നാൽ ഇത് ദായിമയാക്കണം. ഇത് വലിയ ഐശ്വര്യമാണ്. കാരണം സൂറത്തുൽ ഖിന എന്ന പേരിലാണ് ഈ സൂറത്തിന് അറിയപ്പെടുന്നത്. ഖിന എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ്. ഐശ്വര്യത്തിൻ്റെ സൂറത്ത്, സൂറത്തുൽ ഖിന എന്ന പേരിൽ, അതിൻ്റെ പേര് തന്നെ അത്ഭുതമാണ്, സൂറത്തുൽ ഖിന. സൂറത്തുൽ ഖിന എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് മനസ്സിലാവുകയില്ല, എന്നാൽ അതിൻ്റെ പേര് കൃത്യമായി പറയുകയാണ് നമുക്ക് മനസ്സിലാവുകയും നമ്മിൽ പലരും അത് പതിവാക്കുന്നവരായിരിക്കും. അവരുടെ ജീവിതത്തിൽ ദാരിദ്ര്യമില്ലാത്ത സന്തോഷകരമായിരിക്കും. ഇൻഷാ അല്ലാഹ് അത്തരത്തിലുള്ളവർ കമൻറ്റിലൂടെ അറിയിച്ചാൽ മറ്റുള്ളവർക്ക് ഈ സൂറത്ത് ഓതാനുള്ള പ്രചോദനം ഉണ്ടാകും. അവർക്ക് ഈ സൂറത്ത് ദായിമയാക്കാനുള്ള ഒരു സന്മനസ്സുണ്ടാകും. അതിന് നിങ്ങൾ കാരണക്കാരായാൽ അതിൻ്റെ തുല്യ പ്രതിഫലം നമുക്കും അള്ളാഹു നൽകും. ഇത്തരത്തിലുള്ള എൽമുകൾ നാം പറഞ്ഞു കൊടുക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികയാക്കുകയും ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ നന്മകൾ കിട്ടുന്നു. ഇത്തരത്തിലുള്ള അറിവുകൾ നിരന്തരമായി അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ, തീർച്ചയായും മറ്റുള്ളവർക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടാൽ മറ്റുള്ളവർക്കും അത് എത്താൻ സഹായകമാകും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ സൂറത്തിനെ കുറിച്ച് മുത്തായ റസൂൽ പറഞ്ഞത് ഇങ്ങനെയാണ്, മൻ ഖറഅ സൂറത്തുൽ വാഖിയ എന്നാണ്. മൻ ഖറഅ, ഒരാൾ സൂറത്തുൽ വാഖിയ ഓതിയാൽ ഫീ കുല്ലി ലൈലത്തിൻ, എല്ലാ ദിവസം ലം തുസിബുഹു ഫാഖത്തൻ അബദ, അവനിക്ക് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. വളരെ ധൈര്യത്തോടു കൂടി ഓതാവുന്ന സൂറത്താണ്, റസൂൽ പറഞ്ഞതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽക്ക് തന്നെ പതിവാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പെണ്ണുങ്ങളോട് പ്രത്യേകിച്ച് മുത്തായ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.